നമ്മുടെ വിഷയം പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ യാക്കോബ് സംഭവം ചൂണ്ടിക്കാണിച്ചു, അത് വിവരിച്ചില്ല. മോശയുടെ സംഭവം കണ്ടു, അബ്രഹാമിന്റെ സംഭവം കണ്ടു. ഒരു മനുഷ്യൻ പിടിക്കുന്നതനുസരിച്ച് ദൈവം നിൽക്കും. ഒരു മനുഷ്യൻ നിലവിളിക്കുന്നതനുസരിച്ച് ദൈവം നിൽക്കും. പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴോ, പുതിയ നിയമത്തിലേക്ക് വരാം. ലൂക്കോസ് 18 ഒരു ന്യായാധിപൻ. എന്താ പുള്ളിയുടെ പ്രത്യേകത? ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കില്ല. അപ്പൊ ആ നാട്ടിലെ മനുഷ്യന്റെ അവസ്ഥ നോക്കും. ഇയാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇയാൾക്ക് എങ്ങനെ വോട്ട് കിട്ടി അറിഞ്ഞുകൂടാ. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കില്ല. അപ്പൊ അവിടെ ഒരു സാധാരണക്കാരനായ പൗരൻ എങ്ങനെ ജീവിക്കും? പക്ഷേ ഈ കഥ വായിച്ചു വരുമ്പോൾ ഭയങ്കര അത്ഭുതം. അടുത്ത കഥാപാത്രത്തെ നോക്കി. ഒരു വിധവ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ഒരു സ്ത്രീയും ആർക്കും സഹായം ചെയ്യാത്ത ഒരു മനുഷ്യൻ. രണ്ട് ധ്രുവങ്ങളാണ്. കർത്താവ് പഠിപ്പിക്കുക പ്രാർത്ഥന ഉപമയാണ്. അടുത്ത വാക്യം. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കഥാപാത്രം വിധവയുടെ അയൽക്കാരൻ. അയാൾ ശരിയുള്ള പാർട്ടിയല്ല, ഗുണമില്ലാത്ത പാർട്ടി. അപ്പൊ ഒരു മെനകെട്ട ഒരു ന്യായാധിപനും ഒരു തീരെ ഉപദ്രവിയായ അയൽക്കാരനും ഒരു നിരപരാധിയായ സ്ത്രീ. മൂന്ന് സ്വഭാവക്കാരൻ, മൂന്ന് കഥാപാത്രം. കർത്താവ് ഇത് എന്തിനാ പറയുന്നത്? എനിക്ക് ആദ്യ കാലങ്ങളിൽ ഭയങ്കരമായിട്ട് മനസ്സിലാകാതെ ഇരുന്നൊരു ഭാഗ്യം. ഇത് പ്രാർത്ഥനയായിട്ട് തന്നെ ഇതിന് ബന്ധം, ഭയങ്കര ബന്ധം. വായിച്ചു. ഈ സ്ത്രീ രാവിലെ എഴുന്നേൽക്കും, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ചെല്ലും. സാറേ എന്തിനാ വന്നേ? ഞങ്ങളുടെ ആ അയൽക്കാരൻ ഭയങ്കര ഉപദ്രവമാണ്. എനിക്കിപ്പോ സമയമില്ല. പുള്ളിക്കാരത്തി പോകും. പിറ്റേ ദിവസം വരും. സാറേ എന്തിനാ വന്നേ? ഞാൻ എന്നാ പറഞ്ഞ ആ വിഷയം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയമില്ലത്. പിറ്റേ ദിവസം ചെല്ലും. എന്നാ രാവിലെ വന്നേ? ഞാൻ നാളെ പറഞ്ഞ വിഷയം എനിക്ക് സമയം ഇല്ല. ഇറങ്ങിപ്പോ. പിറ്റേ ദിവസം ചെല്ലും. വായിച്ചു നോക്കി. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ല. കുറെ കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവൾ എന്ത് ചെയ്തോണ്ടിരിക്കും? ഈ വീട്ടുപടിക്ക് ചെല്ലും. അവന് മനസ്സില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സില്ല. കാരണങ്ങളൊന്നും അവൻ പറയുന്നില്ല. എനിക്ക് സൗകര്യം ഇരുന്നാ പറയും. അടുത്ത വായിച്ചു. പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. എന്റെ കർത്താവേ, ഈ ഉപമ എന്തിനാ പ്രാർത്ഥനയായിട്ട് കൊണ്ടുവച്ചത്? അടുത്ത വാചകം നോക്കി. അനീതികളെ ന്യായാധിപൻ പറയുന്നത് കേൾക്കുവേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? നിങ്ങൾ സമയം എപ്പോഴേലും കിട്ടുമെങ്കിൽ ഈ വാക്യങ്ങൾ ഒന്നോട് വായിച്ചു നോക്കാം. ഈ ന്യായാധിപനെ പോലും മനം മാറ്റാൻ കഴിഞ്ഞു. മുടങ്ങാതെയുള്ള മുട്ടിക്കൽ നിമിത്തം, മുടങ്ങാതെയുള്ള അപേക്ഷ നിമിത്തം ന്യായാധിപന്റെ, ക്രൂരനായ ന്യായാധിപന്റെ മനസ്സ് പോലും മാറി. അപ്പൊ മനുഷ്യനെ തുടർമാനമായി മുട്ടിച്ചാൽ മനുഷ്യന്റെ മനസ്സ് മാറും. ഇത്രയും ഇവിടെ അർത്ഥമുള്ളൂ. ദൈവം അതുപോലെയല്ല. ദൈവത്തെ നിങ്ങൾ തുടർമാനമായി കൂട്ടിച്ചാലോ മനുഷ്യന് മാറ്റം വരുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് ദൈവത്തിന് മാറ്റം. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പ്രതിക്രിയ നടത്താൻ ദൈവം പെട്ടെന്ന് ഇടപെടും എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ ബുദ്ധിമുട്ടിക്കുക, അവന്റെ പേരിൽ ദൈവം ആക്ഷൻ എടുക്കണമെങ്കിൽ ദൈവത്തിനൊരു കുഴപ്പമുണ്ട്.
ദീർഘക്ഷമയുള്ള ദൈവം ആർക്കും പെട്ടെന്ന് ആക്ഷൻ എടുക്കും. അപ്പൊ ആക്ഷൻ എടുക്കാതിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെന്നുകൊണ്ടിരിക്കും, കർത്താവേ എന്നെ സഹായിക്കും. ഒടുവിൽ ദൈവം പ്രതിക്രിയ പോലും ചെയ്തു കളയും. ഇങ്ങനെയൊക്കെയുള്ള ഉപമ ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അറിയണ്ടേ? തുറക്കാത്ത ഒരു വാതിൽ നിങ്ങൾക്കുണ്ടോ? അഴിയാത്ത ഒരു കെട്ട് നിങ്ങൾക്കുണ്ടോ? കർത്താവ് ഇന്ന് വരെ എടുക്കാത്ത ഒരു ഫയൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്തെങ്കിലും ഒരു റിപ്ലൈ തരാത്ത ഒരു കേസ് നിങ്ങൾക്കുണ്ടോ? ഒരു മറുപടി തരാതെ ദൈവം നിന്നെ വിട്ടിരിക്കുകയാണോ? എങ്കിൽ മടുക്കരുത്. അതിന്റെ ഉത്തരം മനോഹരമായിരിക്കും. അതിന്റെ മറുപടി ശ്രേഷ്ഠമായിരിക്കും. അതിന്റെ മറുപടി മികച്ചതായിരിക്കും. പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. പ്രാർത്ഥന മടുപ്പ് ഉളവാക്കുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാവുന്നു? പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം മറുപടി വൈകും. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുന്നതിന്റെ രണ്ടാമത്തെ കാരണം പിശാച് പോരാടും. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുന്നതിന്റെ മൂന്നാമത്തെ കാരണം മറ്റു മനുഷ്യർ നമ്മിൽ അവിശ്വാസം വിതയ്ക്കും. ഈ വക കാരണങ്ങളാൽ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നും. മറുപടി വൈകുന്നു, അപ്പോഴത്തേനും മടുക്കും. പിശാച് കഠിനമായിട്ട് പോരാടുന്നു, അപ്പോൾ നമ്മൾ മടുക്കും. പ്രാർത്ഥനാ മനുഷ്യനെ പിശാച് നിലത്ത് നിർത്തത്തില്ല, സ്വസ്ഥത തരത്തില്ല, പോരാടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ഘടകം നമ്മുടെ സ്വന്തം ആളുകളോ വിശ്വാസികളോ ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ സംഗതികൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ പ്രാർത്ഥന മടുക്കും. നിർത്തരുത്, മുറുകെ പിടിക്കുക, മടുക്കാതെ പോവുക. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. നിലവിളി, കണ്ണുനീര് ഒക്കെ പ്രാർത്ഥനയുടെ ശക്തി കൂടും. ഉപവാസം പ്രാർത്ഥനയെ കൂടുതൽ സ്പീഡുള്ളതാണ്. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും എന്തുകൊണ്ടോ ദൈവജനത്തിൻ്റെ ഇടയിൽ അതിൻ്റെ പ്രാധാന്യത കുറഞ്ഞു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ക്ലാസ് തീർന്നില്ല, വചനശ്വാസം തീർന്നിട്ടല്ല. ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. പ്രാർത്ഥനയുടെ പ്രാധാന്യത ഗ്രഹിപ്പാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. കുറവുകൾ ക്ഷമിക്കണമേ. മറ്റ് പലതിനും വേണ്ടി സമയം കളഞ്ഞത് ഓർക്കണമേ. കർത്താവിനോട് ഒരു 2 മിനിറ്റ് സംസാരിക്കൂ. ദേശത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വന്നുപോയ മടുപ്പ് കണ്ടുപിടിക്കുക. കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുമായിരുന്നു. കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദേശം വിടുവിക്കപ്പെടുമായിരുന്നു. കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആത്മീയ നിലവാരം ഉയരുമായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ആത്മീയരായനെ, കുറച്ചുകൂടെ ക്ഷമിക്കാൻ നമുക്ക് കൃപ കിട്ടിയേനെ, കുറച്ചുകൂടെ വിശാലമായി കാണാൻ നമുക്ക് സാധിച്ചേനെ, കുറച്ചുകൂടെ കർത്താവിനെ അറിയാൻ സാധിക്കുമായിരുന്നു. പ്രാർത്ഥിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന ചെയ്തിടുക, പ്രാർത്ഥിയാരുളിടുക. ഏതോ